വെൽക്കം ബാക്ക് ടു നേഷൻ ന്യൂസ് ലൈവ്. ഞാൻ മിഥുൻ ദാമോദരൻ. ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് നിയമസഭയിലെ 26 വയസ്സുകാരന്റെ പ്രസംഗത്തെക്കുറിച്ചാണ്. മിസ്റ്റർ കരുണാകരനോട് എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ഇതൊന്നും ആർക്കും അടക്കി നിർത്താൻ കഴിയില്ല. കാരണം ഇത് രാഷ്ട്രീയമാണ്. 1977 മാർച്ച് 30 തന്റെ നിയമസഭാ പ്രസംഗത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനോട് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളിൽ അമർഷത്തിന്റെ, പ്രതിഷേധത്തിന്റെ അഗ്നിസ്ഫുലികങ്ങൾ ഉണ്ടായിരുന്നു. അന്നേരം പിണറായിയുടെ വലതുകൈയിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കഴിഞ്ഞപ്പോൾ ധരിച്ചിരുന്ന ഒരു കുപ്പായമുണ്ടായിരുന്നു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചതിന്റെ അടയാളമായി രക്തക്കറ പുരണ്ട അദ്ദേഹത്തിന്റെ കുപ്പായം. അന്ന് പിണറായി വിജയൻ വയസ്സ് 26. കുത്തുപറമ്പ് MLA ആയിരുന്ന അദ്ദേഹം സിരകളിൽ സോഷ്യലിസ്റ്റിന്റെ രക്തം ശക്തിയോടെ തിളച്ചുമറിയുന്ന കാലം. വാക്കുകളിൽ വിപ്ലവ ജ്വാലകൾ പടന്നുകെത്തിയ നാളുകൾ. പിണറായി എന്നാൽ പരുവരുത്തത് എന്നർത്ഥം. സ്ഥലപ്പേരിൽ അടങ്ങിയിരിക്കുന്ന പരുക്കൻ ഭാവം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലുണ്ടായത് മറ്റൊരു യാദൃച്ഛികത. 1939 പാർട്ടി പിറവിയെടുത്ത ഗ്രാമത്തിൽ 1945 പിണറായിയുടെ ജനനം. പാർട്ടിയുടെ ജന്മസ്ഥലം പിന്നീട് പലരും മറന്നു. പക്ഷെ പിണറായിയെ ആരും മറന്നില്ല. കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജയനായ അമരക്കാരനായി മാറിയ പിണറായി വിജയന്റെ കൂടെ പിണറായി എന്ന നാമം പിന്നീട് ദേശങ്ങൾക്ക് പുറത്തേക്ക് സഞ്ചരിച്ചു. ബ്രണ്ണൻ കോളേജിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലിറങ്ങി KSFന്റെ യൂണിറ്റ് ഭാരവാഹിയും പിന്നീട് ജില്ലാ സംസ്ഥാന ഘടകങ്ങളിലൂടെ 24-ാം വയസ്സിൽ CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായി കൊണ്ടുള്ള സ്വപ്നതുല്യമായ വളർച്ച. അധികാര കസേരകളെക്കാളും പിണറായിക്ക് പ്രിയം സംഘാടനത്തോടായിരുന്നു. MV രാഘവന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ രാഷ്ട്രീയത്തിലെ യുവരക്തങ്ങളിൽ ഒന്നാമൻ. 1969 യുവാക്കളെ വലയിട്ട് പിടിച്ച നക്സൽബാരി പ്രസ്ഥാനത്തിലേക്കുള്ള CPMലെ യുവാക്കളുടെ ഒഴുക്കിന് തടയിട്ടത് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ഇതേ രാഘവന്റെ ഒഴിവിൽ പാർട്ടി സെക്രട്ടറിയായി അരങ്ങേറ്റം. 1996 നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി മന്ത്രി. മലബാറിലെ തെരുവു വിളക്കുകൾ ആദ്യമായി മിഴിതുറന്നത് അക്കാലത്തായിരുന്നു. വികസനത്തിന്റെ പുതുകാലടിയൊച്ചകൾ കേൾക്കാൻ പക്ഷെ കേരളത്തിന് അധികകാലം ഭാഗ്യമുണ്ടായില്ല. ചടയൻ ഗോവിന്ദന്റെ മരണമായിരുന്നു കാരണം. മന്ത്രി പദവി വഴിയിൽ ഉപേക്ഷിച്ച് പിണറായി വീണ്ടും സംഘാടനത്തിലേക്ക്. പാർട്ടിയിലെ വിഭാഗീയതയിൽ വളഞ്ഞിട്ട ആക്രമണങ്ങൾ ഇത്രയധികം നേരിടേണ്ടി വന്ന ഒരു നേതാവില്ല. VSന്റെ പൊതുജന സ്വീകാര്യതയിലും മാധ്യമങ്ങളുടെ വിഴുപ്പലക്കലിലും പൊതുജനം ഏറെ വെറുക്കുകയും വില്ലനായി പ്രതിഷ്ഠിക്കുകയും ചെയ്യപ്പെട്ട മറ്റൊരു നേതാവില്ല. കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർപ്പിന്റെ വക്കിലെത്തിയ കാലത്ത് പിണറായിയോട് പൊരുതാൻ VSന് കേരളത്തിലെ മാധ്യമങ്ങളുടെയും ചിന്തകരുടെയും എഴുത്തുകാരുടെയും പിന്തുണയുണ്ടായിരുന്നു. പിണറായി അന്നും നിരായുധനാക്കപ്പെട്ടു. പിന്നീട് എങ്ങനെ പിണറായി കേരള ജനതയ്ക്ക് പ്രിയങ്കരനായി? അതാണ് ചോദ്യം. പ്രത്യയശാസ്ത്രങ്ങളല്ല പിണറായിയുടെ വിജയ ഫോർമുല. അത് മനഃശാസ്ത്രപരമാണ്. ഏതു പ്രശ്നങ്ങളെയും മാനുഷിക പക്ഷത്തു നിന്ന് നോക്കിക്കാണാൻ അദ്ദേഹം ശ്രമിക്കുന്നു. സ്നേഹമുള്ള സിംഹം എന്നാണ് മുൻ മന്ത്രി KT ജലീൽ ഒരിക്കൽ പിണറായിയെ വിശേഷിപ്പിച്ചത്. പിണറായി സ്നേഹമുള്ളിൽ സൂക്ഷിക്കുന്നു. കപടവിനയം അദ്ദേഹം കാണിക്കാറില്ല. പറയുന്നതേ ചെയ്യൂ. അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ ആർക്കുമാകില്ല. പക്ഷെ പ്രകോപിക്കാൻ കഴിഞ്ഞേക്കാം. സൗഹൃദങ്ങളെ അദ്ദേഹം നെഞ്ചോട് ചേർക്കുന്നു. കൂലിത്തൊഴിലാളികൾ മുതൽ കമൽഹാസൻ വരെ നീളുന്ന സൗഹൃദ വലയം അദ്ദേഹത്തിനുണ്ട്. അവരെയെല്ലാം കൃത്യമായി വിളിക്കാനും ബന്ധങ്ങൾ പുതുക്കാനും സമയം കണ്ടെത്തുന്നു. മാധ്യമങ്ങൾക്ക് ഒട്ടും പ്രിയങ്കരനായിരുന്നില്ല ഈ പറഞ്ഞ പിണറായി. എന്നാൽ മാധ്യമങ്ങളുടെ ഓരിയിടലുകളെ പാടെ അവഗണിച്ച് തന്റെ മനസാക്ഷിയോട് നീതി കാണിക്കാൻ ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി. മാധ്യമങ്ങളെ സുഹൃത്തുക്കളാക്കാനുള്ള സൂത്രവിധിയും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിന് നിമിത്തമായത് ദുരിതങ്ങളിലൂടെയുള്ള കേരളത്തിന്റെ സഞ്ചാരമായിരുന്നു. നിപ്പ, പ്രളയം, ഓക്കിക്കൊടുങ്കാറ്റ്, കൊറോണ, അങ്ങനെ ഒരു കരുത്തുറ്റ ഭരണാധികാരിയെ ജനം കാണുകയായിരുന്നു. ആത്മസംയമനത്തോടെ ഉറച്ച കാൽവെപ്പുകളോടെ പേമാരിയെ തടഞ്ഞു നിർത്തിയ രക്ഷകനെ നമ്മളന്ന് പിണറായിയിൽ കണ്ടു. ലാവ്ലിൻ അഴിമതി ആരോപണം പിണറായിയെ ഉലച്ചെങ്കിലും CBIയും കോടതിയും അദ്ദേഹത്തെ കുറ്റവാളിയാക്കി കണ്ടില്ല. ആ കേസ് പുറത്തുള്ളതിനേക്കാളും വിവാദമായത് ഒരു പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെയായിരിക്കും. VS അനുകൂലികൾ ഈ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചു എന്നത് വ്യക്തം തന്നെ. എന്നിട്ടും തന്റെ കൈകൾ ശുദ്ധമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒടുവിൽ 40 വർഷത്തെ മുന്നണി ചരിത്രത്തിൽ ഒരു നേതാവിനും കഴിയാത്ത അത്ഭുത വിജയത്തിലേക്ക് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എത്തിച്ച് ചരിത്രത്തിന്റെ ഏടുകളെ വിസ്മയിപ്പിച്ച ഒരു നേതാവായി മാറാൻ പിണറായി വിജയന് കാലം അവസരം നൽകി, പിന്തുണ നൽകി. അതാണ് പിണറായി വിജയൻ. ലാൽ സലാം. നിങ്ങളുടെ നേതൃപടവുമാണ് ഇന്ന് 60 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന 2000 രൂപ. നിങ്ങളുടെ നേതൃപടവുമാണ് 30 വയസ്സിനു ശേഷമുള്ള സ്ത്രീകൾക്ക് ലഭിക്കാൻ പോകുന്ന 1000 രൂപ. നിങ്ങളുടെ നേതൃപടവും കൊണ്ടാണ് എല്ലാ മേഖലകളിലേക്കും കയ്യൊപ്പ് ചാർത്തിയ LDFന്റെ പ്രകടന പത്രിക. എന്തുതന്നെയായാലും LDFന്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഒരു കരുത്തനായ സഖാവ് തന്നെയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കരങ്ങളിൽ എന്തുകൊണ്ടും കേരളം സുരക്ഷിതം.
നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.